അതിസുന്ദരമായിട്ടുള്ള ഗ്രാമം. ഭഗത് സിംഗിൻ്റെ ചിത്രം. ഭഗത് സിംഗിൻ്റെ വീടാണ്. ഭഗത് സിംഗിൻ്റെ വീട്ടിനുള്ളിൽ കയറി നമുക്ക് ഒന്ന് കണ്ടുവരാം. ഭഗത് സിംഗിൻ്റെ വീട് വളരെ വലിയ വീടല്ല. അപ്പോൾ പഴയ കാലത്ത് നോക്കുമ്പോൾ മെച്ചപ്പെട്ടൊരു വീട് നമുക്ക് പറയാം. ഈ മുറിയിലൊരു കട്ടിൽ മാത്രം. ഇതൊരു ഓഫീസ് മുറിയായി ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു. ഭഗത് സിംഗിൻ്റെ ഒരു കുടുംബാംഗം പോലും ഇപ്പോൾ ഈ ഗ്രാമത്തിലില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം. പക്ഷേ ഈ ഗ്രാമത്തിലെ ഈ വീടും സമീപത്തെ മ്യൂസിയം ഒക്കെ നല്ല സുന്ദരമായി വൃത്തിയോടുകൂടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചരിത്രം സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഒരു മഞ്ഞ തലപ്പാവ് വെച്ച് തീക്ഷ്ണതയുള്ള കണ്ണുകളോടെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് ഭഗത് സിംഗ്. രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളാണ് ഭഗത് സിംഗ് എന്ന് ഉറപ്പായും പറയാൻ പറ്റും ഈ ഭഗത് സിംഗിൻ്റെ വീട്ടിന് മുന്നിൽ നിന്നുകൊണ്ട്. ഹം കേരള से आ रहे हो? हाँ, पत्रकार है. अभी तो खैर 23 साल की उम्र में बच्चे नशा करने लगते हैं. पंजाब में जैसे नशा का बहुत ज़्यादा था. तो अभी तो खैर देखो भगत सिंह जैसा शहीद तो खैर मुश्किल ही मिलेगा हमारे देश में. उन्होंने उस उम्र में फांसी लगवा ली, उस उम्र में इतना बलिदान दिया. वो कौन जीतेगा इधर, कांग्रेस और आम आदमी? खास साढ़े वालों तो आम आदमी है. ആം ആദ്മി. ഇതാ ആളുകൾ ഇപ്പോഴും ഭഗത് സിംഗിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഭഗത് സിംഗിൻ്റെ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ഭഗത് സിംഗിൻ്റെ ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് ഞാനും വൈശാഖും ഇറങ്ങുകയാണ് മറ്റ് കുറേയേറെ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക്, ഇന്ത്യൻ നഗരങ്ങളിലേക്ക്, തിരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക്, ജീവിതങ്ങളിലേക്ക് പോകണം.